ചില ചിത്രങ്ങൾ കണ്ട അക്ഷരാർത്ഥത്തിൽ മലയാളികൾ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങ് ജപ്പാനിൽ നിന്നും പോലും മലയാളികളുടെ ഒത്തൊരുമ കണ്ടിട്ട് ഞെട്ടുന്ന പല പോസ്റ്റുകളും വന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴും സംഭവിച്ച യാഥാർത്ഥ്യം ISRO പുറത്തുവിട്ട ചിത്രത്തിൽ ഞെട്ടിക്കുന്നതാണ്. 2024 മുണ്ടക്കൈയിൽ നടന്ന ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിന്റെ ഉപഗ്രഹ ചിത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതേയിടത്തു തന്നെ 1984 നടന്ന ഉരുൾപൊട്ടലിന്റെ ശേഷിപ്പ് വ്യക്തമാക്കുന്നതാണ് ചിത്രങ്ങളിൽ ഉള്ളത്. വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ഉപഗ്രഹ ചിത്രം വരുമ്പോൾ ആഘാത ഭൂപടവും പുറത്തുവിടുമ്പോൾ ISRO ഞെട്ടിച്ചിരിക്കുകയാണ്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രം സമുദ്രനിരപ്പിൽ നിന്ന് 1550 മീറ്റർ ഉയരത്തിലാണെന്നാണ് ISRO പുറത്തുവിട്ട വിവരത്തിൽ വ്യക്തമാക്കുന്നത്. പ്രഭവ കേന്ദ്രത്തിന്റെ വ്യാപ്തി ഏതാണ്ട് 86,000 ചതുരശ്ര മീറ്ററാണ്. 8 കിലോമീറ്ററോളം ദൂരം പാറക്കൂട്ടം ഒഴുകിയെത്തിയെന്നും ISRO വ്യക്തമാക്കുകയാണ്. ISRO പുറത്തുവിട്ട വിവരങ്ങളിലാണ് ഇതെല്ലാം വ്യക്തമാകുന്നത്. ദുരന്തത്തിന് മുൻപ് 2023 മെയ് 22-ന് കാർഡോസ്റ്റാറ്റ് 3 പകർത്തിയ ചിത്രങ്ങളും ഉരുൾപൊട്ടലിന് ശേഷം ബുധനാഴ്ച റിസാറ്റും പകർത്തിയ ചിത്രങ്ങളുമാണ് പുറത്തുവിട്ടത്. നിലവിലെ പ്രഭവ കേന്ദ്രം മുമ്പ് ഉരുൾപൊട്ടലുണ്ടായ സ്ഥലമാണ് എന്നും പാറക്കൂട്ടവും മണ്ണും ഒഴുകിയെത്തി ഇരുവഴിഞ്ഞിപ്പുഴയുടെ കരകൾ കവർന്നുവെന്നും ISRO വ്യക്തമാക്കുന്നു. പുഴയുടെ കരയിലെ വീടുകൾ അടക്കം കേടുപാടുകൾ ഉണ്ടായി എന്നും പുറത്തുവിട്ട വിവരത്തിലുണ്ട്. ഇസ്രോയുടെ കീഴിലുള്ള നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ ഹൈദരാബാദ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഉപഗ്രഹങ്ങളുടെ ഇമേജിംഗ് വഴി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ ആഘാത ഭൂപടം. 40 വർഷം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രത്തിനോട് അടുത്താണ് പുതിയ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് ആഘാത ഭൂപടത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. 1984 ജൂലൈ 1-നുണ്ടായ അപകടത്തിൽ 14 പേരുടെ ജീവനാണ് അന്ന് നഷ്ടമായത്.